ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ രാത്രിയിൽ പിടിച്ചതായ കരിമീന് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വെട്ടി റെഡിയാക്കി ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കണ്ടോ, നമ്മൾ രണ്ടുപേര് എടുത്ത് വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ കളറുമൊക്കെ ഒന്ന് കണ്ടോ. അതിൻ്റെ കൂടെ 2-3 കൊഞ്ചിനും കൂടെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാം. നമ്മുടെ കരിമീനെ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 കരിമീനും വൃത്തിയായിട്ട് കഴുകി കൊണ്ടുവന്ന് വരഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊഞ്ചും നമ്മൾ തോട് പൊളിച്ച് ഈർക്കിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. നമുക്കതിന് വേണ്ടതായ ചേരുവകളൊന്ന് നോക്കാം. മുളക് പൊടി, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, കാന്താരി മുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മണ്ടയ്ക്ക് പിഴിഞ്ഞൊഴിക്കാനാണ്. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ച് റെഡിയാക്കി. നമ്മുടെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് നമ്മുടെ കരിമീനിൻ്റെ പുറത്തേക്ക് ഒന്ന് നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിനകത്തോട്ട് കയറ്റി വെക്കാം. നമ്മളതിൻ്റെ പാല് കളഞ്ഞിട്ടില്ല കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിരുന്നതാണ്. ഗ്രില്ല് ചെയ്യുമ്പോൾ നമുക്കത് ഇരിക്കാൻ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. പാലിൻ്റെ തുമ്പ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മുടെ കരിമീൻ മസാലയൊക്കെ പൊതിഞ്ഞ് നല്ല കുട്ടപ്പനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ ഫ്രീസറിനകത്തോട്ട് കയറ്റി വെക്കാം. അത് കഴിഞ്ഞ് നമുക്കെടുത്ത് ഗ്രില്ല് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നവർ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനിപ്പുറത്ത് കാണുന്നതായ ബെൽ ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഇടുന്നതായ നല്ല വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ ആദ്യമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമ്മുടെ കരിമീനെ ഗ്രില്ല് ചെയ്യാനായിട്ട് നമ്മൾ വെളിയിൽ ഇഷ്ടി കൊണ്ട് ചെറിയൊരു അടുപ്പുണ്ടാക്കിയിട്ട് അതിനകത്ത് ചിരട്ടക്കനലിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കത്തി തീർന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കരിമീനെ നമുക്ക് ഗ്രില്ലിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മൾ കരിമീൻ റെഡിയാക്കി ഫ്രീസറിൽ നിന്ന് എടുത്ത് റെഡിയാക്കി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഉണ്ടോ, ഗ്രില്ലിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ ആ കനലൊന്ന് തീ ഒന്ന് കത്തി തീർന്ന് കഴിയുമ്പോൾ കനലിൻ്റെ പുറത്തെടുത്ത് വെച്ച് ഗ്രില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കാം. മുകളിലോട്ട് ഒരു ശകലം വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുക. അതിനൊക്കെ നൂതിക്കൊടു തീയുണ്ട്. ആ കനലിനെ കൊണ്ടായിരുന്നു നല്ലതായിട്ട് വേഗട്ടെ. നമ്മുടെ കരിമീൻ ഏകദേശം വെന്തിട്ടുണ്ട്. പാകമായിട്ട് എടുക്കാൻ പരുവമായിട്ടുണ്ട്. 2 സൈഡും ഇതുപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലോട്ട് അങ്ങ് കുറച്ചിട്ടാൽ മതി. അങ്ങോട്ട് ഇത് വെച്ച് ഗ്രില്ലിനകത്തോട്ട് വെച്ച് പ്ലേറ്റ് എടുത്തിട്ടേ ഗ്രില്ലിലോട്ട് വെച്ച് അങ്ങോട്ടാൽ മതി. നമ്മുടെ വലിയ കരിമീനെ നമ്മൾ ഗ്രില്ല് ചെയ്ത് റെഡിയാക്കി. നമ്മുടെ 2ാമത്തെ കരിമീനും പാകമായിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ, 1 സൈഡ് ഏകദേശം വെന്ത് വന്നിരിക്കുകയാണ്. ചൂട് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വെക്കാം. തിരിച്ചു വെച്ചിട്ട് നമുക്കിതെടുക്കാം. നമ്മുടെ 2ാമത്തെ കരിമീനും വെന്തിട്ടുണ്ട്. ഗ്രില്ലായി റെഡിയായിട്ടുണ്ട്. നമുക്കത് എടുത്ത് പാത്രത്തിലാണ്. നമ്മുടെ കരിമീൻ 2ഉം വെന്ത് റെഡിയായി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 3-4 കൊഞ്ചിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ചെറിയ കൊഞ്ച് പീസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് ഇതിനകത്ത് കയറ്റി അങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. അതൊന്ന് വെന്ത് റെഡിയായി വരട്ടെ.
നമ്മുടെ കരിമീൻ രണ്ടും ഗ്രില്ല് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൊറോട്ട ഉണ്ട്, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊഞ്ചും ഗ്രില്ലായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തിരിക്കുന്നത് ചെറുത് കൊഞ്ചാണ്. അപ്പോൾ ഇത് നമ്മുടെ അന്നാമോളും ആനോ കൂടി കഴിച്ച് നോക്കിയിട്ട് അവരെങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുന്നതായിരിക്കും. എൻ്റെ കൂടെ നോക്കിയിട്ട് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ഇതുവരെ കാണാതെ സബ്സ്ക്രൈബ് Mm-hmm.